ഹായ് എവ്രി വൺ. ഒരു ചെറിയ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്, എസ്പെഷ്യലി ഫോർ ബാംഗ്ലൂർ മലയാളീസ്. ചിലപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോയേക്കാം, എങ്കിലും പറയാതിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ നാട്ടിൽ നിന്ന്, അതായത് കൊച്ചി ടു ബാംഗ്ലൂർ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ബസ് ബുക്ക് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് വേണം. കാരണം നിങ്ങളെ കൃത്യസമയത്ത് പിക്ക് ചെയ്തോളാമെന്നോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്ന് പിക്ക് ചെയ്തോളാമെന്നോ കറക്റ്റായിട്ട് ബാംഗ്ലൂർ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തോളാമെന്നോ സമയത്തിന് ഇറക്കിക്കോളാമെന്നോ ഒരു ഗ്യാരണ്ടി തരാത്ത ബസ്സാണ്. കമ്പനി വേറൊന്നുമല്ല, ക്രിഷ് ട്രാവൽസ് എന്നാണ് ബസ്സിൻ്റെ പേര്. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം, അതായത് നമ്മുടെ പൂജ ഹോളിഡേയ്സ് കഴിഞ്ഞിട്ടുള്ള സൺഡേ നൈറ്റ് 5-ാം തീയതി രാത്രിയിൽ നിർഭാഗ്യവശാൽ ഞാനും ആ ബസ്സിലൊരു ടിക്കറ്റ് എടുത്തിരുന്നു. സെമി സ്ലീപ്പർ കം സ്ലീപ്പർ ബസ്സാണ്. ഞാൻ സ്ലീപ്പർ ടിക്കറ്റാണ് എടുത്തിരുന്നത്. ഓഫ് കോഴ്സ് ഈ ഫെസ്റ്റിവൽ ടൈമിൽ ടിക്കറ്റ് റേറ്റ് കൂടുന്ന പോലെ തന്നെ എല്ലാ ബസ്സിലും കൂട്ടുന്ന പോലെ തന്നെ അവരും ടിക്കറ്റ് റേറ്റ് കൂട്ടിയിരുന്നു. നോർമൽ റേറ്റ് വന്നിട്ട് ഒരു 600-800 വരേണ്ട ബസ്സിന് മാക്സിമം 1300 ഒക്കെ വരേണ്ട ബസ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, സ്ലീപ്പറിൻ്റെ റേറ്റ് 2700 ആയിരുന്നു. സെമി സ്ലീപ്പർ 2000 ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനും സ്ലീപ്പറാണ് ബുക്ക് ചെയ്തത്. 2700 കൊടുത്തിട്ടാണ് ബുക്ക് ചെയ്തത്. ഞാൻ ബുക്ക് ചെയ്ത ബസ് NL01B2373 എന്നായിരുന്നു ബസ്സിൻ്റെ നമ്പർ. അപ്പം സൺഡേ വൈകിട്ട് ഒരു 8:45 വൈറ്റിലെന്നായിരുന്നു ആ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവരുടെ ഒരു 6-7 വേറെ ബസ്സുകൾ ഉണ്ടായിരുന്നു, ഇവരുടെ തന്നെ ക്രിഷ് ട്രാവൽസിന് തന്നെ ഒരു 6-7 ബസ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചയോടുകൂടി അവരുടെ മെസ്സേജ് വന്നു, ഈ പറയും പോലെ ബസ് 8:45 സ്റ്റാർട്ട് ചെയ്യും, അപ്പോൾ 8:30 തന്നെ ബോർഡിംഗ് പോയിന്റിൽ എത്തണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വൈകിട്ട് ഒരു 8 മണിയായപ്പോൾ തന്നെ ബോർഡിംഗ് പോയിന്റിലെത്തി. ഒരു 8:30 കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ബസ് വന്നു. അത് ഇവർ നേരത്തെ കോൾ ചെയ്ത് പറഞ്ഞിരുന്നു, ഇവരുടെ ബസ് ബാംഗ്ലൂരിൽ നിന്ന് എന്തോ ഡിലേ ആണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു പിക്കപ്പ് ബസ് വരും, ആ പിക്കപ്പ് ബസ്സിലായിരിക്കും നിങ്ങളെ കൊണ്ടുപോവുക, അതിനുശേഷം അവിടെ നിന്ന് നിങ്ങൾക്ക് ബസ് ചേഞ്ച് ചെയ്ത് കയറാമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ചില സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കിത് സംഭവിക്കുന്ന കാര്യമാണ്. ഇതിനു മുൻപും എനിക്ക് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വൈറ്റിൽ നിന്നു ഒരു ടൂറിസ്റ്റ് ബസ്സാണ് വന്നത്. അവർ നമ്മളെ 8:30 ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് നേരെ കൊണ്ടുപോയി. ഞങ്ങളൊരു 3-4 പേരെ ഉണ്ടായിരുന്നുള്ളൂ ആ ബസ്സിൽ. ഒരു 8:30 അല്ല 8:45 ശേഷമാണ് അവർ നമ്മളെ പിക്ക് ചെയ്ത് കൊണ്ടുപോയത്. സോ തൃശ്ശൂരൊക്കെ എത്താറാകുമ്പോഴത്തേക്കും ബസ്സിൽ ഓൾമോസ്റ്റ് ഫില്ലായി. പലർക്കും കൺഫ്യൂഷൻസ് ഉണ്ട് എല്ലാവർക്കും. കാരണം നമ്മൾ GPS നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതായത് വാട്സാപ്പിൽ നമുക്ക് മെസ്സേജ് വന്നു, ബസ്സിൻ്റെ GPS ട്രാക്കിങ് വന്നു. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബസ് ബാംഗ്ലൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് ഓൾമോസ്റ്റ് കോയമ്പത്തൂർ എത്തി. ആക്ച്വലി ബസ് ഒരു നമ്മുടെ ഈ ടൂറിസ്റ്റ് ബസ് ഞങ്ങളെ കൊണ്ടുപോയ പിക്കപ്പ് ബസ് ഒരു ചാലക്കുടി അല്ലെങ്കിൽ തൃശ്ശൂരൊക്കെ എത്താറായപ്പോഴത്തേക്കും ഈ ബസ് കോയമ്പത്തൂർ കഴിഞ്ഞിട്ടുണ്ട്, അതായത് വാളയാർ ബോർഡറിനോട് അടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ബസ് വാളയാർ ബോർഡർ ക്രോസ് ചെയ്ത് വരുന്നില്ല. ഇപ്പം നമുക്കൊരു കസ്റ്റമറിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ള ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ മാക്സിമം അവർ ഓടി, നമ്മൾ എവിടെയാണോ പിക്കപ്പ് ബസ്സിന് ഏറ്റവും അടുത്തുനിന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം അവിടം വരെ ഓടി വരേണ്ടതാണ്. പക്ഷേ ഇവർ വരുന്നില്ല. ഞാൻ കുറേ നേരം ചെക്ക് ചെയ്തു, തൃശ്ശൂർ കഴിഞ്ഞപ്പോഴും ഞാൻ ചെക്ക് ചെയ്തു. അപ്പം ഓൾമോസ്റ്റ് തൃശ്ശൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ബസ് ഫുള്ളായി, ഈ ടൂറിസ്റ്റ് ബസ് ഫുള്ളായി. ടൂറിസ്റ്റ് ബസ്സിനകത്ത് നിന്ന് ഇവർ പാലക്കാട് നിന്ന് നമ്മളെ ബസ് ചേഞ്ച് ചെയ്ത് കയറാമെന്ന് പറഞ്ഞിട്ട് പാലക്കാട് എത്തിയിട്ടും ബസ് ചേഞ്ച് ആകുന്നില്ല. ആൾക്കാരൊക്കെ ഭയങ്കര, ഒന്നാമത് കുട്ടികളുണ്ട്, ഫാമിലീസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഓഫ് കോഴ്സ് ലോങ് വെക്കേഷൻ കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇവർ പാലക്കാട് കഴിഞ്ഞിട്ടും ഈ ബസ് കാണുന്നില്ല. അവസാനം എല്ലാവരും പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി, എവിടെ ബസ് എവിടെയെന്ന്. അപ്പോൾ ഇവർ പറയുന്നത് വാളയാർ ഉണ്ടെന്ന് പറഞ്ഞു. ഈ വാളയാർ ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ബസ് കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൃശ്ശൂർ എത്തുന്നതിന് മുൻപ് തന്നെ ഈ ബസ് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ബസ് വാളയാർ ബോർഡർ ക്രോസ് ചെയ്ത് ഒരു A to B ആയിരുന്നെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ആ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തായിരുന്നു ബസ് പാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഈ ബസ് അവിടെ കിടപ്പുണ്ട്. ഈ ടൂറിസ്റ്റ് ബസ് അവിടെ ചെന്നു, എല്ലാവരെയും ഇറക്കി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബസ്സിൻ്റെ ഫ്രണ്ടൊക്കെ എവിടെയോ ആക്സിഡൻ്റ് ആയിട്ട് പോലെ പൊട്ടിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കാനൊന്നും പോയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഡ്രൈവേഴ്സിനോട് നമ്മൾ കാര്യം ചോദിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾ ഓൾറെഡി അവിടെ എത്തുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 മണി കഴിഞ്ഞു. അതായത് വാളയാർ ബോർഡർ ക്രോസ് ചെയ്യുമ്പോഴത്തേക്കുള്ള സമയം എന്ന് പറഞ്ഞാൽ 1 മണി കഴിഞ്ഞു. പോട്ടെ, നമ്മളവിടെ കൊണ്ട് ഇറക്കി, നമ്മുടെ ബസ്സിൽ കയറിയിരുന്നു. ഒരു 1:30 ഒക്കെ ആയപ്പോഴാണെന്ന് തോന്നുന്നു ബസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഈ ബസ് സാധാരണ ഇത്രയും പിക്കപ്പ് ലേറ്റ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബസ്സുകൾ കുറച്ച് സ്പീഡിൽ പോകുന്നതാണ് അറിയാം. കോയമ്പത്തൂർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ബസ്സുകളെല്ലാം അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത്. ബിക്കോസ് ബാംഗ്ലൂർ എത്തേണ്ട സമയം ഓടി എത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പീഡിൽ പോയാലേ എത്തുള്ളൂ. നമ്മളിത് സ്പീഡിൽ പറന്നടിച്ച് പോകണം എന്നല്ല പറയുന്നത്. പക്ഷേ അവർ വളരെ സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ LNT റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും വളരെ സ്ലോയിലാണ് ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കോയമ്പത്തൂർ കഴിഞ്ഞിട്ട് നീലമ്പൂരുള്ള അശോക് ലൈലൻഡിൻ്റെ സർവീസ് സെൻ്ററിൻ്റെ മുന്നിൽ വണ്ടി നിർത്തി. കുറച്ച് നേരം വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇറങ്ങി നോക്കിയപ്പോൾ മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഡ്രൈവറോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബസ്സിന് ബ്രേക്ക് വളരെ കുറവാണ്. അതായത് നമ്മൾ ഇത്രയും ആൾക്കാരെ വെച്ചുകൊണ്ട് പോകുന്ന ബസ്സിൻ്റെ ഒരു കണ്ടീഷനാണ് ഞാൻ പറയുന്നത്. ഞാൻ അതിൻ്റെ പിക്ചേഴ്സ് ഞാൻ ചേർക്കാം വീഡിയോയിൽ. അതായത് ഫ്രണ്ട് ആക്സിഡൻ്റ് ആയിട്ടുള്ള വണ്ടിയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. എന്ത് സംഭവിച്ചാണെന്ന് അറിയില്ല. എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്ലാസ് പോലെ പൊട്ടിയിട്ടുണ്ടായിരിക്കണം എന്നാണ്. സാധാരണ ഇവരുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ, എല്ലാ വണ്ടിയുടെ ഫ്രണ്ടിലും കൃഷ്ണ എന്നുള്ള ഒരു ലോഗോ അടക്കം ഉള്ളതാണ് ഗ്ലാസ്സിലെല്ലാം. പക്ഷേ ഇതൊന്നും കണ്ടില്ല. വണ്ടി ബ്രേക്ക് ഇല്ല ലിറ്ററലി. അത് അവസാനം കുറേ നേരം അവിടെ ഇട്ട് ബ്രേക്കെല്ലാം നന്നാക്കി ഏകദേശം 3 മണി കഴിഞ്ഞതിന് ശേഷമാണ്
കോയമ്പത്തൂരിൽ നിന്ന് വണ്ടി അവിടെ നിന്ന് എടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതായത് 3 മണിക്കൊക്കെ അവിടെ നിന്ന് പോരുമ്പോൾ എങ്ങനെ കളിച്ചാലും കോയമ്പത്തൂരിൽ നിന്ന് ഒരു 6 മണിക്കൂർ എടുക്കും ബാംഗ്ലൂരിലോട്ട് നമ്മൾ ഓടിയെത്താനായിട്ട്. പലർക്കും നെക്സ്റ്റ് ഡേ ഓഫീസിൽ പോകേണ്ടതാണ്, ലോങ് വീക്കെൻഡ് കഴിഞ്ഞിട്ട് വരുന്നതാണ്. ഇതൊന്നുമല്ല മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നോൺ AC സ്ലീപ്പർ ബസ്സിന് 2700 രൂപ ടിക്കറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് കയറിയിരിക്കുന്നത്. അതായത് ഇവരുടെ ടിക്കറ്റ് റേറ്റ് ഞാൻ കണ്ടപ്പോൾ തന്നെ ഞാൻ ബാംഗ്ലൂരിൽ നിന്നുള്ള അടുത്ത ദിവസത്തെ റേറ്റ് നോക്കുമ്പോഴത്തേക്കും മാക്സിമം പോയാൽ എന്തോ 1300 എന്തോ ഇവരുടെ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ആയിക്കോട്ടെ, നിങ്ങൾ പിഴിഞ്ഞോ കുഴപ്പമില്ല, പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു മര്യാദ കാണിക്കണ്ടേ? ഇതവർ കാണിക്കുന്നില്ല. ഞാൻ ഇതിനിടയ്ക്ക് ബസ്സിലുള്ള ഒരു വേറെ യാത്രക്കാരൻ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തായിരിക്കാം പ്രശ്നമെന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ അയാളോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. അതായത് ചിലപ്പോൾ ഇവന്മാർക്ക് പെർമിറ്റ് ഉണ്ടാകത്തില്ല. കാരണം ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നേ കോയമ്പത്തൂർ എത്തിയ വണ്ടി, നമ്മുടെ വണ്ടി നമ്മൾ വന്ന ടൂറിസ്റ്റ് ബസ് തൃശ്ശൂർ എത്തുമ്പോഴത്തേക്കും ഈ സമയത്തോടു കൂടി കോയമ്പത്തൂരിലെത്തിയ വണ്ടി എന്തുകൊണ്ട് ബോർഡർ ക്രോസ് ചെയ്ത് വന്നില്ല? ബോർഡർ ക്രോസ് ചെയ്ത് വരാത്തതിൻ്റെ അർത്ഥം ചിലപ്പോൾ ഇവർക്ക് പെർമിറ്റ് ഉണ്ടാകത്തില്ല. ബാക്കിയുള്ള വണ്ടികൾക്കൊക്കെ ഉണ്ടാകാം, ഈ വണ്ടിക്ക് ചിലപ്പോൾ പെർമിറ്റ് ഉണ്ട്. ഓൾറെഡി ചിലപ്പോൾ ഇതൊരു ആക്സിഡൻ്റ് ആയ വണ്ടിയാണ്, അതുകൊണ്ട് ഇനിയും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഞാൻ ആ യാത്രക്കാരനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഡ്രൈവർ കേട്ടു. ആ ഒരു പയ്യനായിരുന്നു, അവൻ കേട്ടു. അവൻ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഡ്രൈവർ ചോദിച്ചു എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ പറഞ്ഞു ഇത് നമ്മുടെ വണ്ടിക്ക് പെർമിറ്റ് ഇല്ലെന്നാണ് ഇവൻ പറയണതെന്ന് പറഞ്ഞു. അപ്പോൾ അവന്മാർ നമ്മളെ ദേഷ്യപ്പെട്ട് നോക്കുകയാണ്. അറിയാമല്ലോ, കേരളമല്ല വേറൊരു സ്ഥലമാണ്. നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഇനിയും ഡിലേ ആവും. അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ എന്തെങ്കിലും ആവട്ടെ, നമ്മൾ വണ്ടി പോട്ടെ എന്നുള്ള മൈൻഡിൽ തന്നെ നമ്മൾ മിണ്ടാതിരിക്കുകയായിരുന്നു. സത്യത്തിൽ യാത്രക്കാർക്ക് സത്യത്തിൽ വേണമെങ്കിൽ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ അവരെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം നമുക്ക് സമയത്ത് ഓടി ബാംഗ്ലൂർ എത്തേണ്ടതാണ്. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുക അല്ലെന്നുണ്ടെങ്കിൽ വിഷയം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. കാരണം ഓൾറെഡി നമ്മുടെ പൈസ അവരുടെ കയ്യിൽ ആയിക്കഴിഞ്ഞു. 2700 2000 രൂപയോ സ്ലീപ്പറിലും സെമി സ്ലീപ്പറിലും ഒക്കെ ആയിട്ട് ഇത്രയും പേരുടെ ഏകദേശം ഇത്രയും ആൾക്കാരുടെ ടിക്കറ്റിൻ്റെ പൈസ അവരുടെ കയ്യിൽ ആയിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. പിന്നെ റെഡ് ബസ് ത്രൂ ബുക്ക് ചെയ്താണെന്നുണ്ടെങ്കിൽ അതിനകത്ത് റീഫണ്ട് റിക്വസ്റ്റ് കൊടുക്കാം എന്നുള്ളൊരു ഓപ്ഷൻ അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ നമുക്ക് കാണുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ബാംഗ്ലൂർ ഈ വണ്ടി എത്തുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10:15. അതായത് ഞാൻ മടിവാളയാണ് ഇറങ്ങിയത്. 10:15 ബാംഗ്ലൂർ വന്ന് ഈ വണ്ടി നമ്മളെ ആളെ ഇറക്കി വിടുന്നത്. കലാശപ്പാളയത്തിൽ എന്തോ പോകുന്നുള്ളൂ, മജസ്റ്റിക്കിലോട്ട് പോകത്തില്ല എന്നും ബാക്കിയുള്ളവരോട് പറയുന്നത് കേട്ടായിരുന്നു. ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ബസ് സർവീസാണ് ഇവർ നടത്തുന്നത്. സീരിയസ്ലി പറയാം. ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ ഈ ബസ്സിനെ പറ്റി നല്ല അഭിപ്രായം ഉണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അന്ന് ആ ബസ്സിൽ യാത്ര ചെയ്ത യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായിട്ടുള്ളൊരു റെസ്പോൺസും അല്ലെങ്കിൽ ഒരു എന്താ പറയുക എക്സ്പീരിയൻസും ആയിരുന്നു എല്ലാവർക്കും ഉണ്ടായത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, രാത്രി 12 മണി 1 മണിക്ക് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ പറഞ്ഞ പോലെ ബസ് മാറി കയറാനും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കാനും വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ഇത്രയും പൈസ കൊടുത്തിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യണത്? ആരും ഒന്നും മിണ്ടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയും പോലെ അവർക്ക് ബാംഗ്ലൂർ എത്തേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആൾക്കാരെ പ്രശ്നം ഉണ്ടാക്കും. കാരണം നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മൾ ഇവരെ തോന്നിവാസം കണ്ടുകൊണ്ടിരിക്കണോ? അതിൻ്റെ ആവശ്യമില്ല. ഞാനിതിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഈ ബസ്സിലെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് വേണം ബുക്ക് ചെയ്യാനായിട്ട്. കാരണം എനിക്ക് മനസ്സിലായത് ഈ ഫെസ്റ്റിവൽ സമയമാകുമ്പോഴത്തേക്കും മിക്ക ബസ്സുകാരും റേറ്റ് കൂട്ടുന്നത് പോലെ തന്നെ ഓഫ് കോഴ്സ് ഞാൻ ഒരു കോട്ടയംകാരനാണ്. ഞാൻ കോട്ടയത്തു നിന്നുള്ള ടിക്കറ്റ് ഭയങ്കര റേറ്റ് കൂടുതലായിരുന്നു. പിന്നെ അത് തന്നെയല്ല, ഞാൻ ലാസ്റ്റ് ടൈമിലാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കൊച്ചിയിൽ വന്നിട്ട് വൈറ്റിലേന്ന് വന്നിട്ട് ഞാൻ ബസ് കയറാന്ന് വെച്ചത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് വേറെ ബസ്സൊന്നും ഉണ്ടാകത്തില്ല. ഇത് വേറെ നിവൃത്തിയില്ലാതെ നമ്മൾ ബുക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ വളരെയധികം സൂക്ഷിച്ച് വേണം ബുക്ക് ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് ഇതിൽ പറയാനുള്ള കാര്യം, ഈ ബസ്സിന് പെർമിറ്റ് ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പെർമിറ്റ് ഇല്ലാത്തൊരു വണ്ടി ഓടിയിട്ട് അതിലുള്ള എന്തെങ്കിലും സംഭവിച്ച് ഒരു ആക്സിഡൻ്റ് ആവുമോ എന്തെങ്കിലും സംഭവിച്ച് അതിലുള്ള യാത്രക്കാർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന സാധനം കിട്ടുമെന്ന് പോലും എനിക്കറിയത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു ബസ് ഓപ്പറേറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നുണ്ടായത്. മെയിനായിട്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ശനിയാഴ്ച രാത്രി കൊച്ചിയിൽ നിന്ന് പോയി സൺഡേ മോർണിംഗ് ബാംഗ്ലൂർ എത്തിയ വണ്ടിയാണ്. സോ ഈ ഒരു 5-6 വണ്ടി ഒരുമിച്ച് ബാംഗ്ലൂർക്ക് ഇവർക്ക് പോയാൽ അത്ര ലാഭമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവർ ഒരു പക്ഷേ ഈ വണ്ടി ഞായറാഴ്ച രാവിലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂർക്ക് ഒരു സർവീസ് നടത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഈ സർവീസിൽ ഓടിയെത്തില്ല, ചിലപ്പോൾ ഇതിനിടയ്ക്ക് ആക്സിഡൻ്റ് ആയിട്ടുണ്ടാകാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ഇത് ഡിലേ ആയത്. ഇതിൻ്റെ കൂട്ടത്തിൽ പെർമിറ്റ് ഉണ്ടായിരുന്നായിരിക്കില്ല. അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് ബോർഡർ ക്രോസ് ചെയ്യുന്നതിന് എന്താണ് പ്രശ്നം? ഇനി പെർമിറ്റ് ഉണ്ടെങ്കിൽ ആ ബസ് കൃത്യമായിട്ട് കാണുന്നുണ്ട്, GPS കൃത്യമായിട്ട് കാണുന്നുണ്ടായിരുന്നു. ആ ബസ് ഏകദേശം ഈ ടൂറിസ്റ്റ് ബസ് ഇത്രയും ആൾക്കാരെ വെച്ചുള്ള ടൂറിസ്റ്റ് ബസ് തൃശ്ശൂർ എത്തുന്ന സമയത്തേക്ക് ആ ബസ് വളയാർ ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറത്തുള്ള കോയമ്പത്തൂർ LNT റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രദേശത്ത് തന്നെയുണ്ട് ബസ്. എന്തുകൊണ്ട് പിന്നെ അവർ ക്രോസ് ചെയ്ത് വരുന്നില്ല? അവർക്ക് ഈ പറയുന്ന പോലെ ബോർഡറിലല്ലാതെ ബോർഡർ ക്രോസ് ചെയ്ത് കേരളത്തിലോട്ട് എത്തിയാലും ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടല്ലോ. ഇവർ പറയുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിർത്തിയതായിരുന്നു എന്നാണ് പറയുന്നത്. എന്തിനാണ് സുഹൃത്തുക്കളെ നിങ്ങളിങ്ങനെ ബസ് ഓപ്പറേറ്റേഴ്സ് കള്ളം പറയുന്നത്? ഇത് ഞാൻ നോക്കുമ്പോൾ ഇത് കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രാവൽസ് ആണ്, ക്രിഷ് ട്രാവൽസ് എന്ന് പറയുന്നത്. ഇവരുടെ സർവീസുകൾ കൊച്ചിയിലോട്ട് നടത്തുന്നുണ്ട്. വേറെ എങ്ങോട്ടൊക്കെ സർവീസ് നടത്തുന്നത് എനിക്കറിയാം. തമിഴ്നാട്ടിൽ ഒരു പക്ഷേ നടത്തുന്നുണ്ടായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ
വളരെ മോശമായിട്ടുള്ളൊരു ഒപ്പീനിയനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഞാൻ 10 കൊല്ലമായി ബാംഗ്ലൂർ. എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല. പല ബസ്സുകളും നമുക്ക് ഡിലേ ആയിട്ടുണ്ട്, പിക്കപ്പ് താമസിച്ചിട്ട് പിക്കപ്പ് ബസ്സിൽ പിക്ക് ചെയ്തിട്ട് വേറെ സ്ഥലത്തുനിന്ന് കയറ്റിയിട്ടൊക്കെ ഉണ്ട്, ഓക്കെ. പക്ഷേ ഇതുപോലത്തെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ളൊരു പെരുമാറ്റം ഒരു ബസ് ഓപ്പറേറ്റേഴ്സിൻ്റെ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. എസ്പെഷ്യലി കേരളത്തിൽ നിന്ന് വരുന്ന ബസ്സുകൾ. കാര്യം റേറ്റ് കൂടുതലാണ്, ഓഫ് കോഴ്സ്. ഈ പറയും പോലെ ഫെസ്റ്റിവൽ ടൈമിൽ അവർ നല്ല റേറ്റ് മേടിക്കും. പക്ഷേ അതിനനുസരിച്ചുള്ള സർവീസ് അവർ നല്ല രീതിയിൽ തരുന്നുണ്ട്. എല്ലാ ബസ് ഓപ്പറേറ്റേഴ്സും നല്ലതാണെന്നും അല്ല പറയുന്നത്. പക്ഷേ ഇവരെ പോലുള്ളവരെ സത്യം പറഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കണം. നിങ്ങൾ ശരിക്കും ആലോചിച്ച് വേണം ഈ ബസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട്. ഈ ബസ്സിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യാം. അപ്പം ബാക്കിയുള്ളവർക്കും കൂടി മനസ്സിലാവും എന്തായിരുന്നു നിങ്ങൾ അനുഭവിച്ചത് എന്നുള്ളത്. പലരും നോക്കുമ്പോഴത്തേക്കും ഇവരുടെ പിക്കപ്പ് പോയിന്റിൽ നിന്ന് ബസ് ട്രാവൽ ചെയ്ത് പോയി, അതായത് കോയമ്പത്തൂരോട്ട് പോയി. കാരണം ബസ് കാണിക്കുന്നത് വൈറ്റില എന്നാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ബസ് ബാംഗ്ലൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പിക്കപ്പ് പോയിന്റ് കാണിക്കുന്ന വൈറ്റില ടു ബാംഗ്ലൂർ എന്നുള്ള രീതിയിലാണ് പിക്കപ്പ് പോയിന്റ് കാണിച്ചത്. അപ്പം നമ്മൾ പെട്ടെന്ന് അറിയാത്ത ഒരാൾ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും കാണിക്കുന്നത് ബസ് അവരുടെ പിക്കപ്പ് പോയിന്റും കഴിഞ്ഞിട്ട് ഫ്രണ്ടോട്ട് പോയി, അവരെ വിളിക്കാതെ പോയി എന്നാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് ബസ് ബാംഗ്ലൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്, ബോർഡർ ക്രോസ് ചെയ്തില്ല. അത് തന്നെയാണ് സംഭവം. പെർമിറ്റ് ഇല്ലായിരിക്കാം. ഞാൻ 100% വിശ്വസിക്കുന്നവർക്ക് പെർമിറ്റ് ഇല്ല. പിന്നെ ബസ്സിൻ്റെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. അവിടുന്ന് ബാംഗ്ലൂർ പോയതും ഇത്രയും സ്ലോ ആയിട്ടാണ് പോയത്. രാത്രി 8:30 വൈറ്റിൽ നിന്ന് കയറിയ ഞാൻ ബാംഗ്ലൂർ ചെന്നിറങ്ങുന്ന സമയം എന്ന് പറയുന്നത് 10:15 കഴിയുമ്പോഴാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്തിട്ട്, എനിക്കറിയാം ആ പൈസ ഒരിക്കലും നമുക്ക് റീഫണ്ട് കിട്ടത്തില്ല. സോ നിങ്ങൾ വളരെ സൂക്ഷിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. റീഫണ്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും ട്രൈ നോക്കും, അത്രേ ഉള്ളൂ. മാക്സിമം നിങ്ങൾ ഈ ബസ് ബുക്ക് ചെയ്യണതിന് മുന്നേ ഒന്നുകൂടി ആലോചിച്ചിട്ട് ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്. ഇതുപോലുള്ള നിങ്ങളുടെ വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഏതെങ്കിലും ബസ് ഓപ്പറേറ്റേഴ്സിൻ്റെ ഉണ്ടെങ്കിൽ അതും കൂടി ഷെയർ ചെയ്യുക. കാരണം ആ ബസ്സെല്ലാം നമുക്ക് ഒഴിവാക്കാമല്ലോ, അവോയ്ഡ് ചെയ്യാമല്ലോ ബുക്കിങ്ങിനകത്ത് നിന്ന്. സീസൺ വരുമ്പോഴത്തേക്കും തിരക്കാവും, ഫില്ലപ്പ് ആവും. പക്ഷേ നോക്കി ബുക്ക് ചെയ്യുക, അതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. റേറ്റിംഗ്സിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ നല്ലതായിരിക്കും. ഇതിനകത്ത് റേറ്റിംഗ്സ് 3.8ഉം 4ഉം ഒക്കെ കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ അന്നത്തെ ദിവസത്തെ മോശം അനുഭവമായിരുന്നായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു ഈ കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ള പല വണ്ടികളും ഈ ഫെസ്റ്റിവൽ ടൈമിനും ഈ പറഞ്ഞ പോലെ സൺഡേ ഒക്കെ കൊച്ചി ടു ബാംഗ്ലൂർ റൺ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ എത്ര പേർക്ക് പെർമിറ്റ് ഉണ്ടെന്ന് അറിയത്തില്ല. സോ നിങ്ങൾ അധികാരികളിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇത്തരം വണ്ടികൾക്ക് പെർമിറ്റ് ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. കാരണം ജനങ്ങളുടെ അല്ലെങ്കിൽ യാത്രക്കാരുടെ ജീവൻ കയ്യിൽ വെച്ചിട്ടാണ് ഇവരുടെ ഈ പോക്ക് പോകുന്നത്. എത്രത്തോളം സേഫ്റ്റി ഉണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. താങ്ക്സ്.